അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ എംബ്രിയോ എന്നുള്ള ഭാഗമാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ എംബ്രിയോ, അല്ലെങ്കിൽ അതിനെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഭ്രൂണ വളർച്ച എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 120-ാമത്തെ പേജിൽ ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ എടുത്ത് വെച്ചിട്ട് ഈ ലെസൺ അറ്റൻഡ് ചെയ്യുക. ഫോളോയിങ് ഫെർട്ടിലൈസേഷൻ ദ സൈഗോട്ട് അണ്ടർഗോസ് സെൽ ഡിവിഷൻ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബീജസംയോഗം. അപ്പം ബീജസംയോഗത്തെ തുടർന്ന് എന്താണ് സൈഗോട്ടിന് പറയുന്ന പേരെന്താണ്? സിക്താണ്ഡം. എന്താണ് ചെയ്യുന്നത്? അണ്ടർഗോസ് സെൽ ഡിവിഷൻ. അണ്ടർഗോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിധേയമാകുന്നു. എന്തിനാണ് വിധേയമാകുന്നത്? കോശ വിഭജനത്തിന് വിധേയമായി തീരുന്നു. ഓക്കെ, ഫോളോയിങ് ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് എന്ത് ചെയ്യുന്നു? അണ്ടർഗോസ്, കടന്നു പോകുന്നു. എന്തിന്? സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കോശ വിഭജനത്തിലൂടെ കടന്നു പോകുന്നു. എ ക്ലസ്റ്റർ ഓഫ് സെൽസ് കോൾഡ് മൊറുള്ള. അതായത് നമ്മൾ മനസ്സിലാക്കുക, എ ക്ലസ്റ്റർ ഓഫ് സെൽസ് അല്ലെങ്കിൽ ഒരു കൂട്ടം സെല്ലുകൾ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, എന്താ ചെയ്യുന്നതെന്നറിയപ്പെടുന്ന മൊറൂള എന്ന് പറയുന്ന ഒരു സംഗതിയായിത്തീരുന്നു. കോശ വിഭജനത്തിന് വിധേയമായി തീർന്നതിന് ശേഷം എന്താണ് ഈ 3-4 ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ 3 to 4 days മൊറൂള എന്ന് പറയുന്ന ഒരു കോശമായിട്ട് എന്താണ് ചെയ്യുന്നത്? എ ക്ലസ്റ്റർ ഓഫ് സെൽസ് മൊറൂള. ഓക്കെ, 16 to 32 സെൽസ്, അതായത് 16 മുതൽ 32 വരെയുള്ള ഒരു കൂട്ടം സെല്ലുകളായിട്ട് മൊറൂള എന്ന് പറയുന്ന പേരോട് കൂടിയ ഒരു കൂട്ടം സെല്ലുകളായിട്ട് രൂപപ്പെടുന്നു. എന്ത്? സൈഗോട്ട്. ബീജസംയോഗത്തിന് ശേഷം സിക്താണ്ഡം എന്താണ് ചെയ്യുന്നത്? 16 മുതൽ 32 വരെ കോശങ്ങളുള്ള ഒരു കൂട്ടം സെല്ലായിട്ട് 3 അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് രൂപപ്പെടുന്നു. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. മൊറൂള ഡെവലപ്പ് ഇൻ ടു എ ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലാസ്റ്റോസിറ്റ് ഫ്രം 5 to 6 days. ഇനി എന്താണ് ചെയ്യുന്നത്? ഈ മൊറൂളയ്ക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മൊറൂള പയ്യെ എന്താണ് ചെയ്യുന്നത്? ബ്ലാസ്റ്റോസിറ്റ് ആയിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? അപ്പോൾ എന്താണ് പറയുന്നത്? മൊറൂള വളരുന്നു ഇൻ ടു എ ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലാസ്റ്റോസിറ്റ്. അതായത് ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് അറിയപ്പെടുന്നത്, കോശദ്രവമുള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു കോശദ്രവം. അതായത് ഈ മൊറൂള എന്ന് പറയുന്ന സാധനം എന്താണ്? ഒരു കോശദ്രവം പോലെയുള്ള ഒരു സാധനമാണ്. അല്ലെങ്കിൽ ഒരുതരം വാതക രൂപത്തിലുള്ള ഒരു പദാർത്ഥത്തിനകത്തേക്കാണ് എന്താണ് ഈ സാധനം മൊറൂള പയ്യെ ഫ്ലൂയിഡ് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് രൂപപ്പെടുന്നത്. ഫ്രം 5 to 6 days. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 5 മുതൽ 6 ദിവസം കൊണ്ട് ഇതെന്താ ചെയ്യുന്നത്? ഈ മൊറൂള ഒരു ബ്ലാസ്റ്റോസിറ്റ് ആയി പോവുകയും ബ്ലാസ്റ്റോസിറ്റ് എന്ത് ചെയ്യുകയും ചെയ്യുന്നു? കോശദ്രവം നിറഞ്ഞ ഒരു പദാർത്ഥത്തിനകത്ത് ആയിത്തീരുകയും ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ ദ ബ്ലാസ്റ്റോസിറ്റ് അറ്റാച്ച് ടു ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ് കോൾഡ് എൻഡോമെട്രിയം ആൻഡ് ബിഗിൻസ് ടു ഗ്രോ. ഇനി എന്താണ് ചെയ്യുന്നത്? ഈ ബ്ലാസ്റ്റോസിറ്റ് ആയി തീർന്നിരിക്കുന്നത്, അതായത് ഈ 5-6 ദിവസം കൊണ്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്ന ബ്ലാസ്റ്റോസിസ് എന്ത് ചെയ്യുന്നു? ദാറ്റ് ബ്ലാസ്റ്റോസിസ് അറ്റാച്ചസ്, അതായത് ഒട്ടിച്ചേർന്നിരിക്കുന്നു ടു ദ ഇന്നർ ലൈനിങ്, അതായത് ഉള്ളിലുണ്ടായിരിക്കുന്ന ലൈനിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ഒരു ലൈനിങ് രൂപപ്പെടുമെന്ന്. ആ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസിൻ്റെ ഉള്ളിൽ ഇന്നർ ലൈനിങ്, അത് ആ ഇന്നർ ലൈനിങ്ങിന് പറയുന്ന ഒരു പേരാണ് എന്ത്? എൻഡോമെട്രിയം. അപ്പോൾ ഈ എൻഡോമെട്രിയവുമായിട്ട് ബ്ലാസ്റ്റോസിറ്റ് എന്ത് ചെയ്യുന്നു? ഒട്ടിച്ചേരുന്നു. അതിനുശേഷം ആൻഡ് ബിഗിൻസ് ടു ഗ്രോ, എന്നിട്ട് അത് പയ്യെ വളരുവാനായിട്ട് തുടങ്ങുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. എന്താണ് അപ്പോൾ ഇംപ്ലാന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് എന്താ ചെയ്യുന്നത്? ഒരു കൂട്ടം എഗ്ഗുകളായിട്ട് ഒരു 16 മുതൽ 32 വരെ സെല്ലുകളുള്ള ഒരു കൂട്ടം എഗ്ഗുകളായിട്ട് മൊറുള എന്ന പേരോടുകൂടി 3 അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് രൂപപ്പെടുകയും ഈ മൊറുള പിന്നെ സ്ലോവിലി 5-6 ദിവസം കൊണ്ട് ബ്ലാസ്റ്റോസിറ്റ് ആയിട്ട് രൂപപ്പെടുകയും ഈ രൂപപ്പെടുന്ന ബ്ലാസ്റ്റോസിറ്റ് എന്താണ് ചെയ്യുന്നത്? ഗർഭപാത്രത്തിൻ്റെ ഇന്നർ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആഫ്റ്റർ എൻഡോമെട്രിയം ഇത് പയ്യെ വളരുവാനായിട്ട് തുടങ്ങുന്നു. സോ ഐ സപ്പോസ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ്. ഓക്കെ, when the zygote started to divide slowly within 3 to 4 days, it is divided into 16 to 32 cells. These cells slowly develop into blastocyst, and the blastocyst is attached to the lining of the uterus, which is prepared for the pregnancy.
and the blastocyst started to grow there in the uterus. As the blastocyst attached to the uterus lining, it is called, the process is called endometrium. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഇത് മനസ്സിലാക്കുക. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. അവിടെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ സിക്താണ്ഡം എന്താണ് ആദ്യം മൊറൂളയായി, അതിനുശേഷം എന്താണായിട്ടിരുന്നത് ബ്ലാസ്റ്റോസിറ്റ് ആയിട്ട് ഗർഭപാത്രത്തിൻ്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. പ്രഗ്നൻസി ബിഗിൻസ് വിത്ത് ദീസ്. അങ്ങനെ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴാണ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭധാരണം ആരംഭിക്കുന്നത്. ദ ബ്ലാസ്റ്റോസിറ്റ് ബിക്കം ആൻ എംബ്രിയോ. ആ ബ്ലാസ്റ്റോസിറ്റ് അത് കഴിഞ്ഞിട്ട് എന്താണായിത്തീരുന്നത്, അത് ഒരു എംബ്രിയോ ആയിത്തീരുന്നു, അല്ലെങ്കിൽ അതൊരു ഭ്രൂണമായി മാറുകയും. ഓക്കെ, എംബ്രിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഭ്രൂണമായി മാറുകയും, ബിക്കം ആൻ എംബ്രിയോ ആൻഡ് ഡെവലപ്പ് ഇൻ ടു എ ഫീറ്റസ്. അതിനുശേഷം അതെന്താണ് ചെയ്യുന്നത്, വളർച്ചയിലൂടെയും ബ്ലാസ്റ്റോസിറ്റ് ഭ്രൂണമായി മാറുകയും തുടർന്നുള്ള വളർച്ചയിലൂടെ വൈവിധ്യീകരണത്തിലൂടെയും ഗർഭസ്ഥ ശിശു, അതായത് ഫീറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഗർഭസ്ഥ ശിശു ആയി മാറുകയും ചെയ്യുന്നു. ഫീറ്റസ് ത്രൂ ആൻഡ് ഡിഫറൻസിയേഷൻ, വ്യത്യസ്ത തരത്തിലുള്ള വളർച്ചകളിലൂടെ ബ്ലാസ്റ്റോസിറ്റ് എന്തായിത്തീരുന്നു, ഒരു ബ്ലാസ്റ്റോസിറ്റ് ഒരു എംബ്രിയോ ആയിത്തീരുന്നു, എംബ്രിയോ ഒരു ഫീറ്റസ് ആയിത്തീരുന്നു, അല്ലെങ്കിൽ ഒരു ഗർഭസ്ഥ ശിശു ആയിത്തീരുന്നു. അപ്പോൾ ഫീറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഗർഭസ്ഥ ശിശുവാണ്. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഇൻഡിക്കേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇൻഡിക്കേഷനിൽ ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് മൊറൂള എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് നോക്കുക, എന്താണ് ഈ ഇൻഡിക്കേഷനിൽ തന്നിരിക്കുന്ന മൊറൂള. മൊറൂള ഈസ് എ മൈക്രോസ്കോപ്പിക് ബോൾ ഓർ എ ക്ലസ്റ്റർ ഓഫ് സെൽസ് ഫോംഡ് ത്രൂ സെൽ ഡിവിഷൻ. അപ്പം നമ്മൾ മനസ്സിലാക്കുക, മൊറൂള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം അത് ഒരു മൈക്രോസ്കോപ്പിക് ബോൾ, അതായത് മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണുവാനായിട്ട് കഴിയുന്ന ഒരു കൂട്ടം സെല്ലുകളാണ്. ഇറ്റ് ഈസ് എ ഏർലി എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. ഇതെന്താണ്, ഒരു ഏറ്റവും ആദ്യത്തെ ഒരു ഭ്രൂണമായി ഡെവലപ്പ് ആകുന്നതിന് മുമ്പുള്ള ഒരു ഡെവലപ്മെൻറ്റാണ്. ഇറ്റ് ഒക്വേഴ്സ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ബട്ട് ബിഫോർ ദ ബ്ലാസ്റ്റോസൈറ്റ് സ്റ്റേജ്. ഇത് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സിക്താണ്ഡ ബീജസംയോഗത്തിന് ശേഷം, എന്നാൽ അത് ബ്ലാസ്റ്റോസൈറ്റിന് തൊട്ട് മുൻപും ഉള്ള സമയത്താണ് സംഭവിക്കുന്നത്. ഇതിന് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രത്യേകതയായിട്ടുള്ളത്, ഈ മൊറൂളയ്ക്കകത്ത് 16 മുതൽ 32 വരെയുള്ള സെല്ലുകളുണ്ട്. ഇത് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത് 3 മുതൽ 4 ദിവസങ്ങൾ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുവാനായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റോസിറ്റ് എന്ന്. അപ്പോൾ ഈ ബ്ലാസ്റ്റോസിറ്റ് ഈസ് എ ബോൾ ഓഫ് സെൽ ഫോംഡ് ഇയർലി ഇൻ പ്രഗ്നൻസി. നമ്മൾ മനസ്സിലാക്കുക, ബ്ലാസ്റ്റോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭധാരണത്തിൻ്റെ ആദ്യകാലത്ത് രൂപപ്പെടുന്ന ഒരു കൂട്ടം സെല്ലുകളാണ്. ഇത് ഹാപ്പൻസ് ആഫ്റ്റർ 5 to 6 days ഓഫ് സ്പേം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് എഗ്. ഇത് സംഭവിക്കുന്നത് ഒരു സ്പേം ഫെർട്ടിലൈസ് ബീജസംയോഗം നടത്തി 5 or 6 ദിവസം കഴിയുമ്പോഴാണ്. ദിസ് ബോൾ ഈസ് ഇംപ്ലാന്റഡ് ഇൻ ദ യൂറിട്രൈൻ വാൾ. ഈ ബോളായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഈ ഒരു കൂട്ടം സെല്ലുകൾ എവിടെയാണ് ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നത്, യൂട്ടറൈൻ വാൾ, അതായത് യൂട്രസിൻ്റെ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ അകത്തുള്ള ഭിത്തികളിലാണ് ചെയ്യുന്നത്. ഇവഞ്ച്വലി എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്, ബ്ലാസ്റ്റോസിറ്റ്സ് ബിക്കം ആൻ എംബ്രിയോ. ഈ ബ്ലാസ്റ്റോസിറ്റ് ഒരു എംബ്രിയോ ആയിത്തീരുന്നു. ആൻഡ് ദെൻ ടേൺ ഇൻ ടു ബി എ ഫ്യൂച്ചസ്. അതിനുശേഷം എന്തായിത്തീരുന്നു, ഒരു ഫ്യൂച്ചസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി തന്നിരിക്കുന്നത് ഇംപ്ലാന്റേഷൻ, അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുക. മൊറൂല ഡെവലപ്പ് ഇൻ ടു എ ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലാസ്റ്റോസിറ്റ് ഫ്രം 5 to 6 days. അപ്പം മൊറൂള എന്ന് പറയുന്ന സംഗതി എന്ത് ചെയ്യുന്നു, ഒരു ദ്രവം നിറഞ്ഞ ഒരു ബ്ലാസ്റ്റോസിറ്റ് ആയിത്തീരുന്നു. അതായത് ഒരു ആവരണത്തോടു കൂടി, അതിനകത്തൊരു ദ്രവം നിറഞ്ഞ് ഒരു ആവരണത്തോടു കൂടി ഇത് രൂപപ്പെട്ടു വരുന്നു. ഈ സിദ്ധാന്തം അല്ലെങ്കിൽ സൈഗോട്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, 5 to 6 days 5 or 6 ദിവസത്തിനുള്ളതാണ് ഈ സൈഗോട്ട് അങ്ങനെ ആയിത്തീരുന്നത്. അതിനെയാണ് ബ്ലാസ്റ്റോസിറ്റ് എന്ന് പറയുന്നത്. ഈ ബ്ലാസ്റ്റോസിറ്റ് അറ്റാച്ചസ് ടു ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ് കോൾഡ് എൻഡോമെട്രിയം. ഈ ബ്ലാസ്റ്റോസിറ്റ് എന്ത് ചെയ്യുന്നു, യൂട്രസിൻ്റെ അകത്തുള്ള ഇന്നർ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. ആൻഡ് ബിഗിൻസ് ടു ഗ്രോ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് പയ്യെ വളരുവാൻ തുടങ്ങുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്ന അടുത്ത ഇത് തന്നിരിക്കുന്നത് ഏതാണ്, അടുത്തതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റർ ഏതാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഇൻക്ലൂഡിങ് ദ വേരിയസ് സ്റ്റെപ്സ് ഫ്രം ഫെർട്ടിലൈസേഷൻ ടു ഇംപ്ലാന്റേഷൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു
ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഫെർട്ടിലൈസേഷന് ശേഷം ഓവം പ്ലസ് സ്പേം, അവിടെയാണ് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചിരിക്കുന്നു. അതിന് ഓവവും സ്പേമും കൂട്ടിച്ചേർന്നു ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നു. ഫെർട്ടിലൈസേഷൻ സംഭവിച്ചത് ഫ്യൂഷൻ ഓഫ് എഗ് ആൻഡ് സ്പേം ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഒരു സൈഗോട്ടായിട്ട് രൂപപ്പെടുന്നു, അത് ഒരു സെല്ലായിരിക്കും. അതിനുശേഷം അവിടെ എന്താണ് സംഭവിക്കുന്നത്? ക്ലീവേജ് സംഭവിക്കുന്നു, സെൽ ഡിവിഷൻ സംഭവിച്ച് അത് ആദ്യം എന്തായിത്തീരുന്നു? ഒരു മൊറൂളയായിത്തീരുന്നു. മൊറൂള എന്ത് ചെയ്യപ്പെടുന്നു? അത് അതിനുശേഷം ഒരു ബ്ലാസ്റ്റോസിറ്റ് ആയിത്തീരുന്നു. ബ്ലാസ്റ്റോസിറ്റ് എന്ത് ചെയ്യപ്പെടുന്നു? ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നു. ഇംപ്ലിമെൻറ്റേഷൻ നടത്തിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? അതിനുശേഷം ഇത്രയുമാണ് നമ്മളോട് ഇംപ്ലിമെൻറ്റേഷൻ വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് തുടർന്നും പോകാം. ഇംപ്ലിമെൻറ്റേഷൻ നടന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇംപ്ലിമെൻറ്റേഷൻ നടന്നതിന് ശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് സ്ലോവിലി എന്തായിത്തീരുന്നു? അതൊരു ഭ്രൂണമായിത്തീരുന്നു. ഭ്രൂണമായിത്തീർന്നതിന് ശേഷം അതൊരു ഫീറ്റസ് ആയിത്തീരുന്നു. അപ്പോൾ അതിൻ്റെ ആ പ്രോസസ്സ് അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഐ സപ്പോസ് ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. വി വിൽ ഗോ ടു അനദർ വീഡിയോ ഫോർ ദ നെക്സ്റ്റ് പാർട്ട്.